നമ്മളൊരു പ്രത്യേകമായ രഹസ്യം കൊണ്ട് വിജയിച്ചിട്ടുണ്ട്. ആ സിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഖുർആൻ ഷരീഫാണ്. അത് രഹസ്യമാണ്. അതിനേക്കാൾ വലിയൊരു രഹസ്യം ഇനി ലോകത്ത് ഇല്ല. അതിലെന്തൊക്കെയാണ് ഉള്ളടങ്ങിയിട്ടുള്ളത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പൂർണ്ണമായി കഴിയില്ല. ഇനി ഇവിടെ ഒരാൾ വരും, അത് ബഹുമാനപ്പെട്ട അൽ മഹ്ദിയുൽ മുൻതളറാണ് റളിയല്ലാഹു അൻഹു. അവർ ഖുർആൻ കൊണ്ട് വിധി പറയും. അവർ ഖുർആന് മാന വെക്കും. ആ മാന ഈ ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരു മുഫസ്സിർ, ഞാൻ മുഫസ്സിർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബുകളിൽ വ്യാഖ്യാനിക്കപ്പെട്ട തഫ്സീറുകൾ എന്നാണ്, അല്ലാതെ മുസ്തഫ നബി എന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി ഈ ലോകത്തുള്ള എല്ലാ ഇൽമിൻ്റെയും മുജമ്മഅ ഹബീബായ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയൊരു ഇൽമ് ഒരാളുടെ കയ്യിലും ഇല്ല. ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ. ഇൽമിൽ ഹബീബായ നബിൻ്റെ അടുത്ത് പോലും ഒരാളും ഇല്ല. അത്രയും വലിയ ആളാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പിൽക്കാല മുഫസ്സിറുകൾക്ക് പോലും കിട്ടാത്ത തഫ്സീറുകൾ പറയും പരിശുദ്ധമായ ആയത്തുകൾക്ക്. ആര് പറയും? അൽ മഹ്ദിയുൽ മുൻതളർ റളിയല്ലാഹു അൻഹു. അന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അന്ന് ജീവിക്കുന്ന ആളുകൾ, അന്നത്തെ ഉലമാ അത്ഭുതപ്പെട്ടു പോകും ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട്. അല്ലാഹു അങ്ങനത്തെ രഹസ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും ഖുർആനിലെ രഹസ്യങ്ങൾ ഉണ്ടായേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ രഹസ്യങ്ങൾ അത്ഭുതകരമായ രഹസ്യങ്ങളാണ്. എന്തിനാ അപ്പോൾ അതൊക്കെ പറയുന്നത്? ആദ്യത്തെ ഒരു ആയത്തുണ്ടല്ലോ, പരിശുദ്ധമായ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തും പിന്നീട് ഖുർആനിൽ 113 തവണ ആവർത്തിച്ചതുമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത്, ആ ആയത്തിൻ്റെ പൊരുൾ പറഞ്ഞു തീർക്കാനോ അറിഞ്ഞു തീർക്കാനോ കഴിയില്ല. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം എഴുതിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുർ റാസി റളിയല്ലാഹു അൻഹു മുജദ്ദിദുൽ ഖർനി സാദിസ്, ഹിജ്റ 6-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് അബൂ ഹാമിദുൽ ഗസ്സാലി ആണെങ്കിൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദ് ബഹുമാനപ്പെട്ട ഫഖ്റുർ റാസിയാണ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുൽ കബീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ ഈ ആയത്ത് പറയുന്നുകൊണ്ട് അവിടെ പറയുന്നത് ആയത്തുൻ തളമ്മനത്ത് ജമീഅ അശ്ശറാഇ എന്നാണ്. എല്ലാ ശരീഅത്തും ഉൾപ്പെട്ട ആയത്താണിത്. ഇനി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടാത്ത ഒരു ശരീഅത്ത് നിയമമില്ല. എന്തിൻ്റെ ഉള്ളിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടാത്ത ഒരു ശരീഅത്ത് നിയമവും ഇല്ല. ആയത്തും തളമ്മനത്ത് ജമീഅ അശ്ശറാ, സകല ശരീഅത്ത് നിയമവും അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുർ റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മനുഷ്യന് അതിൻ്റെ രഹസ്യങ്ങളെ കണ്ടു തീർക്കാനോ വായിച്ചു തീർക്കാനോ ഓതി തീർക്കാനോ കഴിയില്ല. അങ്ങനത്തെ കലാമാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫ്. ആ പരിശുദ്ധ ഖുർആൻ ഷരീഫിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആൻ. അവിടെ വെച്ച ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുക, ഖുർആൻ്റെ വ്യാഖ്യാനത്തിന് കഴിയുന്ന നല്ല നല്ല പണ്ഡിത വിദ്യാർത്ഥികളെ ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ദാറുൽ ഖുർആൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആഴ്ചയിൽ ഇവിടെ നടക്കുന്ന അല്ലാഹ് എന്ന മജ്ലിസ്. പരിശുദ്ധ ഖുർആൻ ഷരീഫിനെ ആയത്തുകൾ ബേസ് ചെയ്ത് അള്ളാഹുവിനെ പഠിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. 332 ക്ലാസ്സുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടെ ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും തത്തുല്യമായ ആയത്ത് എടുത്ത് അത് വ്യാഖ്യാനിക്കും. ഈ കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ദാറുൽ ഖുർആൻ്റെ രീതി. ഖുർആനിൽ ഉള്ളടങ്ങിയ മഹാരഹസ്യങ്ങൾ, ആ രഹസ്യങ്ങളിലേക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ എത്തി നോക്കുക. അങ്ങനത്തെ ഒരു സ്ഥാപനമാണ് ദാറുൽ ഖുർആൻ. അതിന് പൊതുജനത്തിന് ഉപകാരമുള്ള രൂപത്തിൽ ചെയ്യുക എന്ന നിലക്കാണ് അറിയേണ്ട ഏറ്റവും വലിയ അറിയേണ്ടതും ഒരിക്കലും അറിയാത്തവനുമായ അല്ലാഹു, അവനെ ഒരിക്കലും അറിയാൻ സാധ്യമല്ല. കുല്ലുക്കും ഹംഖാഉ ഫീ മഅരിഫത്തി ദാത്തില്ലാഹ്, അല്ലാഹുവിനെ മനസ്സിലാക്കിയെടുക്കുന്നതിൽ എല്ലാവരും ഹംഖുകളാണ്. അള്ളാഹിനെ ഒരാൾക്ക് ഒരു അബ്ദിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയാണ് അവൻ്റെ റുഇയത്ത്, അവനെക്കുള്ള മഅരിഫത്താണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാൽ മീൻ പറയും, അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിൻ്റെ റുഇയത്ത്, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, അള്ളാഹിൻ്റെ റുഇയത്ത് എന്നാൽ മഅരിഫത്താണ്. അള്ളാഹുവിനെ കാണുന്നതിലൂടെ അവനെ അറിയലാണ്. ഈ അറിയലിൻ്റെ അളവ് എത്രയാ? ഒരാൾ 1000 കൊല്ലം സ്വർഗത്തിൽ അള്ളാഹിനെ കണ്ടാലും ഒരു സൂചി, ഒരു ബഹറിൽ ഒരു സൂചി മുക്കിയെടുത്ത അളവ് പോലും അള്ളാഹിനെ അറിഞ്ഞു തീർക്കാൻ കഴിയൂല.
അതായിരിക്കും മുഅ്മിനിന്റെ ആനന്ദവും. അതറിയിക്കാൻ വേണ്ടി ആ ഖുർആൻ അയച്ചിട്ടുള്ളതും. അപ്പോൾ എന്താണ് ഖുർആൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി നൽകിയതാണ് ഖുർആൻ. അവനെ മനസ്സിലാക്കലാണ് ദീന്. എന്നാൽ മനസ്സിലാക്കാൻ കഴിയാത്തതും അവൻ തന്നെയാണ്. എന്നാൽ എടുക്കേണ്ട ഏറ്റവും വലിയ പണി അള്ളാഹനെ മനസ്സിലാക്കി എടുക്കലാണ്. എന്നാൽ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തവനും അവൻ തന്നെയാണ്. നമ്മൾ എന്തിനാ സ്വർഗത്തിൽ കിടക്കുന്നത്? അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിനെ അറിയാൻ. അവനെ കാണൽ, അവനെ അറിയല. മുത്തനബിയെ കാണൽ, മുത്തനബി അറിയലാണ്. നമ്മൾ മുത്തനബിയെ അറിഞ്ഞവരല്ല, എന്തുകൊണ്ട് കണ്ടവരല്ല. മുത്തനബിയെ കണ്ടാൽ മുത്തനബിയെ ഒരളവിൽ അറിയും. അത് നിങ്ങളുടെ അറിവല്ല, അളവാവില്ല. അയാൾ അറിവ് അളവ് അതാവില്ല അയാളുടേത്, അയാളുടേത് ആവില്ല എൻ്റേത്, അതാവില്ല ഉസ്താദിൻ്റേത്. ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ ദറജ ഒരാൾക്കും ഇല്ല. എന്തുകൊണ്ട്? മുത്തുനബിയെ കണ്ണുകൊണ്ട് അവരെ നോക്കി. മുത്തുനബിയുടെ കണ്ണ് എന്നാൽ അത് ദാത്തുൽ മഅരിഫത്താണ്. മഅരിഫത്തിന്റെ ദാത്താണ് ഹബീബായ നബി. മഅരിഫത്തിന്റെ ദാത്താണ് ഹബീബായ നബി. ഹബീബായ നബിയെ ഈ ത്വാഅത്തിന്റെ മനസ്സോടെ ഒരാൾ കണ്ടാൽ തന്നെ അയാൾ ഈമാൻ ഉറക്കും. എന്താണ് ഈമാൻ? ഈമാൻ അറിവാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? റുഅയത്തിൽ കിട്ടി. മൻ റആനി ഫഖദ് റഅൽ ഹഖ വമൻ റആനി ഫഖദ് റഅൽ ഹഖ മൻ റആനി ഫഖദ് റഅൽ ഹഖ. ഒരാൾ എന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. നബി ഹഖ് തആലയാണോ? അല്ല. പക്ഷേ ഹഖ് തആലയെ അറിയും. അല്ലാഹു നബി ഒന്നാണോ? അല്ല. അങ്ങനെ ഒരാൾ വാദിച്ചാൽ കഫറോ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഖാലിഖും മുത്തനബി മഖ്ലൂഖുമാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? പക്ഷേ ഹദീസ് ഉച്ചരിപ്പാണ്. എന്ത്? മൻ റആനി ഫഖദ് റഅൽ ഹഖ. ഒരാൾ എന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. എന്നാൽ നബി ആണോ ഹഖ് തആല? അല്ല. പക്ഷേ മൻ റആനി ഫഖദ് റഅൽ ഹഖ. എന്നെ കണ്ടാൽ എന്നിൽ നിന്ന് അവനൊരു മാരിഫത്ത് ലഭിക്കും. ആ മാരിഫത്ത് ആരെക്കുറിച്ചാണ്? അല്ലാഹുവിനെ കുറിച്ചാണ്. അല്ലാഹുവിനെ അറിയുക എന്നതാണ് ദീൻ. അതാണ് ദീൻ. അതിനു വേണ്ടി ഒരു കിതാബ് നമ്മളെ കയ്യിലുണ്ട്. തൊടാൻ ഒരാൾക്ക് കഴിയില്ല, തൊടാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് തൊട്ടാൻ പറ്റൂല ആർക്കും. എവിടെയും തൊട്ടിട്ടുണ്ട്, ഇവിടെ തൊടാൻ കഴിയില്ല. എല്ലാ അടിസ്ഥാന സത്യം അള്ളാഹു ഒന്നാണ്. പക്ഷെ പിന്നെ അള്ളാഹു പലതാണെന്ന് പറഞ്ഞവരുണ്ടായി. ഇതേ കാര്യം മനുഷ്യൻ വേദഗ്രന്ഥത്തിൽ തൊട്ടു. അപ്പോൾ മനുഷ്യന് പലതായി അള്ളാഹുവിനെ പറ്റി അവർ തെറ്റായ ധാരണയിലേക്ക് പോയി. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഇന്നല്ലാഹ സാലിസു സലാസ. ചിലർ പറഞ്ഞു അള്ളാഹ് മൂന്നാണ്, മൂന്ന് ഒന്നാണ്. ഇങ്ങൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തു. എന്താ കാരണം? വേദഗ്രന്ഥത്തിൽ തൊട്ടു. വേദഗ്രന്ഥത്തിൽ തൊടാൻ പാടില്ല. ഈ വേദഗ്രന്ഥത്തിൽ തൊടാൻ പറ്റൂല. തൊടാൻ പറ്റൂല ഈ വേദഗ്രന്ഥം. ഇതെന്റെ ഇത് ഖാലിസായ ഇൽമാണ് അള്ളാഹിനെ പറ്റി. ഇങ്ങനെയൊക്കെ തൊടാൻ പറ്റൂല. ഇനി അതിനേക്കാൾ വലിയ ആള് വരും, അപ്പൊ ഒന്നുകൂടി അറിയും. അപ്പൊ ഈ ലോകമൊക്കെ ഒരു ഒഴിപ്പെടും. എന്റെ ഇവർ അള്ളാഹിനെ അറിഞ്ഞവരാണ്. അള്ളാഹിനെ അറിഞ്ഞവരെല്ലാവരും ഒഴിപ്പെടും. അള്ളാഹിനെ അറിഞ്ഞവരെ ഒഴിപ്പെടാത്ത ഒന്നും ഉണ്ടാവില്ല. എല്ലാം അള്ളാഹിനെ അറിഞ്ഞവർക്ക് ഒഴിപ്പെടും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഒരു ഖാദിമുണ്ടായിരുന്നു, സഫീനത്ത് റളിയല്ലാഹു അൻഹു. അവർ കാട്ടിലകപ്പെട്ടപ്പോൾ സിംഹം അവരെ വിനയം കാണിച്ച് വഴികാട്ടിയ ഒരു സംഭവം വളരെ സ്വഹീഹായി മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ പോലും അൽ ഫുർഖാനു ബൈന ഔലിയാഇർ റഹ്മാനി വ ഔലിയാഇ ശൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ ആ സംഭവം സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഹബീബ റസൂലുള്ളാഹിന്റെ ഖാദിമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ആരാണ്? റസൂലുള്ളാഹി എന്നാൽ ആരാ? റസൂലുള്ളാഹി അല്ലാഹുവിന്റെ സഫീറാണ്. ജഅൽതുക യാ ഖൈറൽ അനാമി സഫീറാ എന്നൊരു വരിയുണ്ട്. ജഅൽതുക യാ ഖൈറൽ അനാമി സഫീറാ. സഫീർ എന്നാൽ അംബാസഡർ. അള്ളാഹിന്റെ അംബാസഡറാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനെ അറിയാൻ ഒരാൾ അമേരിക്കൻ അംബാസഡർ ഇന്ത്യയിൽ ഉണ്ടാകുന്നതാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയം അയാളിലൂടെയാണ് നേടുക. അമേരിക്കയിൽ പോകണമെങ്കിൽ അയാൾ ഒപ്പിടണം. അള്ളാഹുവിന്റെ അംബാസഡറാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിസ്കാരം നോമ്പ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല മുഹമ്മദ് മുസ്തഫ. അതൊക്കെ പഠിപ്പിച്ചു എന്നേ ഉള്ളൂ.
ഏറ്റവും വലിയ കാര്യം മൻ റആനി ഫഖദ് റഅൽ ഹഖ, ഒരാൾ എന്നെ കണ്ടാൽ ഹഖ് തആലയെ കണ്ടു. ഹഖ് തആലയാണോ നബി? അല്ല. ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉള്ളു തുറന്നിട്ട് അള്ളാഹിനെ പറ്റി വിവരം കിട്ടണമെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. അപ്പം മുത്തുനബിയെ കാണാൻ അള്ളാഹിനെ അറിയലാണ്. ഇനി അള്ളാഹിനെ കാണാനോ? അതും അള്ളാഹിനെ അറിയലാണ്. അള്ളാഹുവിനെ കാണും നമ്മൾ അള്ളാഹിനെ കാണും. അല്ലാഹു തആല ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. അള്ളാഹിനെ കാണും. അള്ളാഹിനെ കാണാൻ അള്ളാഹിനെ അറിയലാണ്. ഈ അള്ളാഹിനെ അറിയലിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. 1000 കൊല്ലം ഒരാൾ സ്വർഗത്തിൽ അള്ളാഹിനെ കണ്ടു. എന്നാൽ ആ വ്യക്തി അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന അളവെന്ന് പറഞ്ഞാൽ ഒരു മുട്ട് സൂചി ബഹറിലിട്ടിട്ട് പൊന്തിച്ചാൽ എത്ര വെള്ളം അതിന് കിട്ടും, ആ അളവിൽ മാത്രമേ അള്ളാഹുവിനെ കുറിച്ച് അയാൾക്ക് അറിയാൻ കഴിയൂ. എന്നാൽ അത് വലിയ അറിവാണ്. അതിൻ്റെ അപ്പുറത്താണ് ആര്? അള്ളാഹു. കോടാനക്കോടി വർഷം സ്വർഗത്തിൽ പാർത്താലും അള്ളാഹിനെ അറിഞ്ഞു തീർക്കാൻ കഴിയില്ല. ഖാലിദ് മുഖല്ലദായാലും അള്ളാഹിനെ മനസ്സിലാവില്ല. പിന്നെ ഉള്ള ബാക്കിയാണ്, അള്ളാഹിനെ പറ്റിയുള്ള കാര്യങ്ങൾ ബാക്കിയാണ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അവനെ അറിയാൻ വേണ്ടി അവനെ കൽപ്പിച്ചനുഗ്രഹിച്ച് നൽകിയ 2 എണ്ണുണ്ട്. ഒന്ന് ഖാലിഖും, ഒന്ന് കലാമും, ഒന്ന് മഖ്ലൂഖും. അത് മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫയാണ്, കലാമ് പരിശുദ്ധ ഖുർആൻ ശരീഫാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ അതിൻ്റെ ആയത്തിനെ തന്നെ നമുക്ക് പറയാൻ കഴിയൂല എന്തൊക്കെയാണ്. അലിഫ് ലാം മീം എന്താ അതിൻ്റെ അർത്ഥം? മഹദിമാമ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇക്കാലം വരെ ലോകത്ത് കിട്ടിയ എല്ലാ വിവരത്തിനും അപ്പുറത്തിരിക്കും അലിഫ് ലാം മീം എന്ന് വരും. എന്താണത്? നൂൻ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ 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 അതെന്താ? നൂൻ എന്ന ആ ആയത്ത് മൊത്തത്തിനേക്കാളും വലുതായിരിക്കും. നമുക്കറിയില്ല. അപ്പോൾ ഒന്നും വെറുതെ ആവില്ല. അതിൽ വെറുതെ ആയി ഒന്നുമില്ല. ഹയാത്തു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹ്ദസാത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ലം തഖ്തരിൻ ബിസമാൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ عدن وعن رمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഒരു സമാനും ആ സമാന്റെ വിവരം അതിലില്ലാതെയില്ല. ഫൈൽസ് എന്താണ്? ഖുർആൻ നോക്കിയാൽ മഹദിമ പറയും എന്നതാണ്. എൻ്റെ ഒട്ടകം നഷ്ടപ്പെട്ടു പോയാൽ ഖുർആനിൽ കണ്ടുപിടിക്കും എന്ന് ഇബ്നു അബ്ബാസ്. എൻ്റെ ഒട്ടകം എവിടെ ഉണ്ടെന്ന് ഖുർആൻ നോക്കിയാൽ കിട്ടും. ഒടുക്കും ഞങ്ങൾ പോകില്ല. സിറിയക്കാരായ ആളുകൾ മദീനയിൽ വന്നിട്ട് രോഗന്മാർ വന്നിട്ട് രോഗികളെ കിട്ടാതെ കുടുങ്ങിയ സംഭവം സാദുൽ മആദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. മദീനയിൽ വന്ന് മാസങ്ങളോളം അവർ ബിഷഗ്വരന്മാരായി ഡോക്ടർമാരായി കാത്തുന്നു. രോഗികളെ കിട്ടിയില്ല. ഈ സംഭവം കിതാബു തിബ്ബിൽ ഉണ്ട്. ഈ സംഭവം കിതാബു തിബ്ബിൽ ഉണ്ട്. ഈ ഹാഫിദ് ഇബ്നു ഖയ്യിമിന്റെ റഹിമഹുല്ലാഹ് എന്തേ അപ്പോൾ ചോദിച്ചു, എന്തേ ഇവിടെ എന്താ രോഗിയല്ലാത്ത? നഈശു ബിൽ ഖുർആനി വസുന്നത്തി റസൂലില്ലാഹ്. ഖുർആനോട് ഹദീസോട് ജീവിക്കുമോ പിന്നെ രോഗി ഉണ്ടാവില്ല. പിന്നെ ചില രോഗങ്ങൾ ഉണ്ടാവേണ്ടി വരും. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി പിടിച്ചു. ആ പനിയിൽ വഫാത്തായി. ജാലിനോസിനെ പറ്റിയുള്ളൊരു സംഭവം താരീഖിലുണ്ട്. ജാലിനോസി എന്ന വലിയൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. ഒരു കപ്പൽ യാത്രയിൽ അദ്ദേഹത്തിന് പനി പിടിച്ചു. അപ്പോൾ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ മരിക്കും. സുലൈമാൻ നബിയെ കാണാൻ പോവുകയാണ് കപ്പലിലുള്ളവരൊക്കെ. സുലൈമാൻ നബിയോട് എനിക്ക് ദ്വാരക്കാൻ പറയണം, ഞാൻ ഇതിൽ മരിക്കും. എങ്ങനെ നിങ്ങൾ മരിക്കും എന്നറിയാം? അങ്ങനെ എനിക്ക് രോഗം വരില്ല. രോഗം വന്നാൽ ഞാൻ മരിക്കും, ഞാൻ ഇതിൽ മരിക്കും. അപ്പോൾ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾക്കൊക്കെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രോഗികൾ നമ്മളാണ്. കാത്തിരക്ഷ എൻ്റെ ഖുർആൻ നമ്മൾ വലിച്ചെറിഞ്ഞു. ഖുർആൻ നമ്മൾ വലിച്ചെറിഞ്ഞു. ഖുർആനെ ഓതലും കേൾക്കലും കേൾക്കുക.
ഖുർആൻ്റെ നേരം അത് നമ്മൾ മറന്നു, നേരം വൈകി. ഇനിയിപ്പോൾ എന്താ, നോമ്പ് വരാൻ പോവുകയാണ്. നോമ്പിൽ നമ്മളെന്താ ചെയ്യുക? തറാവീഹ് കഴിഞ്ഞാലും ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങും. അങ്ങനെ പുതിയ പുതിയ വിഭവങ്ങൾ അങ്ങാടിയിൽ വരും, ഒക്കെ തിന്നും. ഖുർആന്റെ നേരേതാ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്വ അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. പാട്ടുകാരൻ മുരളി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അത്താഴ സമയത്താണ് ശബ്ദം ക്ലിയറാക്കുക. പ്രഗത്ഭനായ, കേരളത്തിലെ പ്രഗത്ഭനായ പാട്ടുകാരനാണ് മുരളി. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് രാത്രി അന്ത്യയാമത്തിൽ ശബ്ദിച്ചാൽ ശബ്ദം സ്ഫുടമാവും. കുട്ടികളൊച്ചയായിരുന്നു പഴയ കാലത്ത് ഉസ്താദ്മാർ പലർക്കും. ശൈഖുനാ ശംസുൽ ഉലമാ റഹ്മഹുല്ലാ എൻ്റെ ഈ സമയം ഉപയോഗപ്പെടുത്തും. എൻ്റെ ഉസ്താദ് ഒക്കെ ജയന്തി കുട്ടി മുസ്ലിയാർ, അള്ളാഹു അവർക്കൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. 3 മണി കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരെ ഓത്ത് കേൾക്കും. ഓത്ത് കേൾക്കും, കേൾക്കൂല, പിന്നെ കേൾക്കും, പിന്നെ കേൾക്കൂല, പിന്നെ കേൾക്കും, പിന്നെ കേൾക്കൂല. അപ്പോൾ ഏതോ ഒരു വളവൻ വാതിലിനോട് കൊളിഞ്ഞു നോക്കി. അപ്പം എൻ്റെ കരയ നന്നായി 90 കാലം ഇരുന്നോറ്. ഈ പറഞ്ഞവരൊക്കെ 10-90 വയസ്സായി മരിച്ചോല. കുട്ടികളുടെ ശബ്ദം, ഒരു മരുന്നുമില്ല. എന്തേ? ഇന്ന നാശിഅത്തൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീലാ. അതൊക്കെ നമ്മൾ മറന്നു. നമുക്ക് ഓതാൻ നേരമില്ല. ഖുർആന്റെ നേരേതാ? ഏത് നേരത്താണോ സയ്യിദുനാ ജിബ്രീൽ മുസ്തഫ നബിക്ക് അത് കൊടുത്തത്, അതാണ് ഏറ്റവും വലിയ നേരം. നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉറങ്ങണം. അപ്പോൾ നേരത്തെ എണീക്കും. റമളാനിലും ഏറ്റവും നല്ല നേരേതാ? ആ സമയം ഓടുക, കരിയ. ദ്വാരക്ക വരെ വേണ്ട, ദ്വാരക്കണ്ട, എൻ്റെ മനസ്സിലുള്ള കരിഞ്ഞാൽ മതി. ദ്വാരക്കണ്ട, ആ നേരത്ത് ഓദ്യ മതി. من قرأ القرآن عن مسألته فقد أعطيه أفضل ما أعطي السائلين. حبيبي നബി പറഞ്ഞു, يقول الله പറയുന്നുണ്ട്, ഖുദ്സിയായ ഹദീസാണ് കേട്ടോ. ഹബീബായ നബി പറഞ്ഞു, മൻ ശഗലഹുൽ ഖുർആൻ അൻ മസ്അലതി, മൻ ഒരാൾ ശഗലഹു അവന് പണിയാക്കി അൽ ഖുർആൻ ഖുർആനെ അൻ മസ്അലതി എന്നോട് ദുആ ചെയ്യുന്നതിനെ തൊട്ട് പോലും. അപ്പൊ എനിക്ക് എന്നോട് ദുആക്കാൻ വരെ ഒരു നേരം കിട്ടിയില്ല. ആ നേരം എന്ത് ചെയ്യാണ്? ഖുർആൻ ഓതുകയാണ് എങ്കിൽ ഫഖദ് ഉഅതീഹി അവന് ഞാൻ തീർച്ചയായും കൊടുക്കുന്നതാണ്. എന്നോട് ദുആ ചെയ്തവരോട് ദുആ ചെയ്തവർക്ക് കൊടുത്തതിനേക്കാൾ മെച്ചമായിട്ട്. ഹബീബ നബി പറയാം, ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി. ഖുർആന്റെ നേരം മറക്കണ്ട, നേരം. മൻ ഒരാൾ, ഒന്നുകൂടിയും പറയാം, ഹദീസ് മനപ്പാടുള്ളവർക്ക് മനപ്പാടമാക്കാം, മനപ്പാടം കൊണ്ട് മനപ്പാടാക്കാം, ഇതൊക്കെ വരും, ഇതൊക്കാം. قال النبي صلى الله عليه وسلم يقول الله പറയുന്നുണ്ട്, من شغله القرآن عن مسألتي, മൻ ഏതൊരാൾ ശഗലഹു അവനെ ജോലിയാക്കി, അൽ ഖുർആൻ ഖുർആൻ ജോലിയാക്കി, അൻ മസ്അലതി എന്നോട് ദ്വാർക്കുന്നതിനെ തൊട്ട് പോലും, അതായത് ദ്വാർക്കുകയും പോലും ചെയ്യാതെ അവൻ എന്ത് ചെയ്യാണ്? ഖുർആൻ ഓടുകയാണെങ്കിൽ ഫഖദ് ഉഅതീഹി അവന് ഞാൻ കൊടുക്കും. ഖുർആൻ ഓടുക, ഖുർആൻ പഠിക്കുക, ഇനി അതും പറ്റും.
ഓതൽ മാത്രമല്ലല്ലോ, ചിലപ്പോൾ ഓതിനേക്കാൾ വലുതാണ് ഷാഫി ഇമാം എടുത്ത പണി. എന്ത്? പഠിക്കുക, പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഖുർആൻ നടപ്പിലാക്കാൻ അധ്വാനിക്കുക, പള്ളി ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക, ദർസ് ഉണ്ടാക്കുക. ജനങ്ങളൊക്കെ നാശമായി, ഒക്കെ നാശം. നാശമായി. ഇനിയിപ്പോൾ എന്താ അടുത്ത പണി? പള്ളി ഉണ്ടാക്കന്നെ. പള്ളിയിലൊക്കെ ഈമാനും ഇസ്ലാം ഉണ്ടാവില്ല, ഖറാബാവും എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ പണി തന്നെ പറഞ്ഞേ എന്താക്കുക. അയലിമീങ്ങൾ നല്ല ശതമാനം ദുന്യാവിൻ്റെ അടിമകളാവെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മളെ പണി തന്നെ ദർസുണ്ടാക്കുക. എന്തിന്? നന്നാക്കണ്ടോ നാശാക്കണ്ടോ നമ്മളല്ല. അതാരാണ്? അല്ലാഹ്. 10,000 കുട്ടികൾ പഠിച്ചിട്ട് ഒരു കുട്ടി മൂല്യരായാൽ, ഒരു കുട്ടി കണ്ണിയത്തായാൽ മുതലായോ ഇല്ലേ? മുതലായോ ഇല്ലേ? ഓർക്ക മുതലായോ ഇല്ലേ? 10 ലക്ഷം കുട്ടികൾ ദർസിൽ പഠിച്ചു, ഒരു കുട്ടി ശംസുലുലമയായി. മുതലായോ ഇല്ലേ? മുതലായില്ലേ? അത്ര ഉണ്ട്. എല്ലാവരും കൂടി ഒന്നും ഉണ്ടാവില്ല, ഒരാളെ കിട്ടിയാൽ മതി. മാലിക് തങ്ങളെ മജ്‌ലിസിലേക്ക് മുതഅല്ലിം, ഒരു ലക്ഷണമൊത്ത മുതഅല്ലിം, ഒരു അഭിപ്രായം ഇമാം നവവി ചേർന്നപ്പോൾ എഴുതി വെച്ചതാണ്. ഒരാൺകുട്ടിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഉസ്താദ് ഹമ്മാദ് തങ്ങളുടെ അടുത്ത് ഒരുപാട് ആൾ ഓതിയിട്ടുണ്ടാവും, പക്ഷെ ഒരാൺകുട്ടിനെ കിട്ടി. അതാരാ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു. പറയുടെ പിന്തിനാണ് വെറുതെ കൊടുത്തിരിക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അവരല്ലാതെ ആരുടെ ആൺകുട്ടി? ഒക്കെ എൻ്റെ ദർസിൽ ഒരുപാട് ആളോടി, ഒരാൺകുട്ടി ഉണ്ടായി. അതാരാ? മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. 54-ാമത്തെ വയസ്സിൽ മരിച്ചു. പോരെ ആ ഇൽമ അന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? 55-ാമത്തെ വയസ്സിൽ മരിച്ചു ഇമാം ഗസാലി. ആരാ ഇമാം ഗസാലി? അങ്ങനെ ഒരാൾ ലോകത്തിൽ പിന്നെ ഉണ്ടായിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും. അതാണ് ആൺകുട്ടി. അത് ഇമാം ഗസാലിയാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയടാ. 5-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ്, ലോകം കണ്ട ആൺകുട്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് വരും, മതിയാവും നമുക്ക്. നമ്മളെ പണി പെണ്ണി ദർസുണ്ടാക്കല. മനസ്സിലായില്ലേ? എന്നോട് ചിലർ ചോദിക്കും, അല്ല അങ്ങനെയൊക്കെ നാശായി ഉണ്ട്, പിന്നെ ഇപ്പം ഇതിനാ നമ്മൾ ദർസിനൊരുങ്ങണ്? അതേ നിങ്ങൾ തന്നെ പറയാണ്. കഴിഞ്ഞ 313 ഞാനൊരു പിരിവ് നടത്തി. അപ്പോൾ കഴിഞ്ഞിട്ട് ഒരാൾ മെസ്സേജ് അയച്ചു, അല്ല ഇതൊക്കെ നാശായി നിങ്ങൾ തന്നെ വേറെ അറിയാം, പിന്നെ നിങ്ങൾ തന്നെ ദർസുണ്ടാക്കാനും ദർസിന് പിന്നെ ഭൂമി വാങ്ങാനും ഒരുങ്ങുക. അല്ല, നാശായത് എൻ്റെ പണിയല്ല, നന്നാക്കലും എൻ്റെ പണിയല്ല. എൻ്റെ പണി സൗകര്യങ്ങൾ ഉണ്ടാക്കി വെക്കലാണ്. അത് ഒരു ആൺകുട്ടി വന്നാൽ മതി. ആൺകുട്ടികൾ അല്ലാഹു തആല തീർത്തിട്ടില്ല. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആരുണ്ടാവും? പറയടാ, ആൺകുട്ടികളുണ്ടാവും എന്ന് പറയടാ. ഖിയാമത്ത് നാൾ വരെ ഇവിടെ എന്തുണ്ടാവും? ആൺകുട്ടികളുണ്ടാവും. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം. ഒരാക്ഷേപവും വിലവെക്കാത്ത ആൺകുട്ടികളുണ്ടാവും. അതിനിവിടെ എന്തുണ്ടാക്കണം? ദർസ് ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം, മോനിയന്മാർക്ക് ചെലവെടുക്കണം, മോനിയന്മാർക്ക് ശമ്പളം ഉണ്ടാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ബാപ്പ മരിച്ചപ്പോൾ ഞാൻ മൂത്തയടുത്ത ഒരു സംഘം ആളുകളെ വിളിച്ചു പറഞ്ഞു, ബാപ്പാൻ്റെ ഭൂമിയുണ്ട്, ഞാൻ അരേക്കർ ഭൂമി തരാം, ബാപ്പാൻ്റെ പേരിൽ കോളേജ് ഉണ്ടാക്കാം. ഇപ്പോഴും പറയാണ്, ഞാൻ അവിടെ നിന്നും അത് ചെയ്യാൻ എനിക്ക് കഴിയൂല. അരേക്കർ ബാപ്പാൻ്റെ കണ്ണായ ഭൂമി അരേക്കർ തരാം. എൻ്റെ ബാപ്പൻ്റെ വലുപ്പത്തരം പറയല്ല, ആരെങ്കിലും ഇത് കേട്ടിട്ട് തയ്യാറായി മുന്നോട്ട് വരാത്തെ എന്ന് വിചാരിച്ച് പറയാണ്. ഇപ്പോഴും ഞാൻ അരേക്കർ പോരെങ്കിൽ അതിൻ്റെ അപ്പുറം കൊടുക്കണോ? ഇൻഷാ അല്ലാഹ്. എൻ്റെ ബാപ്പാൻ്റെ ഭൂമി എന്തിന്? ബാപ്പാക്ക് ഒത്തിട്ടാൻ വേണ്ടിയിട്ട്. ബാപ്പ ചെയ്ത ഏറ്റവും വലിയ സേവനം ബാപ്പാൻ്റെ മുതുകിലുള്ള ബീജബിന്ദു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ എത്തിച്ചു. അതാണ് ബാപ്പാൻ്റെ പണി.
ബാക്കിയൊക്കെ ആരെ പണിയാണ്? അല്ലാ, നല്ലൊരു ഉമ്മാനെ തിരഞ്ഞെടുക്കുക, ഉമ്മാൻ്റെ കുടുംബം നല്ലൊരു ബാപ്പാനെ തിരഞ്ഞെടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നും ഒരാൾ തയ്യാറായി വന്നാൽ എൻ്റെ ബാപ്പാൻ്റെ ഭൂമിയിൽ നിന്ന് ഒരു അരേക്കർ ഞാൻ കൊടുക്കും, പോരെ എല്ലാവർക്കും കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഒരു പൈസയും ചെലവാക്കണ്ട, ബാപ്പാൻ്റെ ഭൂമിയുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ പണി എന്താ? ദർസ് ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക, പള്ളി ഉണ്ടാക്കുക, മൂല്യരുണ്ടാക്കുക, മൂല്യന്മാരെ മക്കളെ കെട്ടിച്ചു കൊടുക്കുക എന്ന് അവസാനിപ്പിക്കുക. മൂല്യന്മാർക്ക് ശമ്പളം കുറവായിരിക്കും. അപ്പോൾ ഒരിക്കലും പെൺകുട്ടികളുണ്ടായി, പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചു. എന്തേ? അത് ഞങ്ങൾ കുടുങ്ങൂല, മൂല്യരായ ആരും കുടുങ്ങൂല. മൂല്യനായ കുടുങ്ങൂല, ആരും കുടുങ്ങൂല. മൂല്യരായാൽ ബാപ്പാക്ക് ലാഭ, മൂല്യനായ ബാപ്പാക്ക് ലാഭ. അല്ലാഹു നമ്മളെ ബാപ്പാർക്കൊക്കെ ലാഭം തരട്ടെ. ഒരു ബിസ്മി പഠിപ്പിച്ചാൽ ആ ബാപ്പാന്റെ തലയിൽ അല്ലാഹു കിരീടം വെച്ചു കൊടുക്കും. ഒരു ബിസ്മി, ഖുർആനിൽ നിന്ന് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം ഒരു കുട്ടി പഠിച്ചാൽ ആ കുട്ടിയുടെ ബാപ്പാക്ക് അല്ലാഹു വെച്ചു കൊടുക്കും താജുൽ കറാമ, താജുൽ കറാമ എന്ന കിരീടം വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബാപ്പ പറഞ്ഞേച്ചു, ബാപ്പ ചീത്ത കേട്ടു, ബാപ്പ കുട്ടീനെ അടിക്കേണ്ടി വന്നു. മദ്രസയിൽ കൊണ്ടാക്കുമ്പോ അടിക്കണം, അല്ലെങ്കിൽ പോവില്ല. അടിച്ചിട്ട് കരിയും ബാപ്പ വന്നിട്ട് എന്റെ കുട്ടീനെ തല്ലേണ്ടി വന്നല്ലോ. ആ ബാപ്പാക്ക് അല്ലാഹു തആല വെച്ചു കൊടുക്കും കിരീടം. എന്ത് കിരീടം? താജുൽ കറാമ. അല്ലാഹു ആ കിരീടം നമുക്ക് വെച്ച് തരട്ടെ, അല്ലാഹു ആ കിരീടം നമുക്ക് വെച്ച് തരട്ടെ. അതാണ് ലാഭം. എന്ത് ദുനിയാവ്? മൂല്യരും കുടുങ്ങൂല, ഒരു മൂല്യരും കുടുങ്ങൂല. ഡോക്ടർ കുടുങ്ങിയാലും മൂല്യർ കുടുങ്ങൂല, കലക്ടർ കുടുങ്ങും, മൂല്യർ കുടുങ്ങൂല. ഈ ഉമ്മത്ത് മുസ്ലിമത്തുള്ള കാലത്തോളം സത്യാണോ അല്ലേ? പറ, സത്യാണോ അല്ലേ? കലക്ടർക്ക് മകളെ കെട്ടിച്ചിറങ്ങി കൈക്കൂലി കൊടുക്കേണ്ടി വരും. മൂല്യർക്ക് ആരെയാ കൈക്കൂലി കൊടുക്കുക? മനസ്സിലാണ്ട് പറഞ്ഞത്. മൂല്യർ അള്ളാഹ് ദീനിനോട് ആത്മാർത്ഥത പുലർത്തിയാൽ മാത്രം മതിയാവും. മൂല്യരം ഉണ്ടാക്കാൻ നോക്കിക്കോളി, അവനാൻ്റെ കുട്ടികളെ മൂല്യരാക്കാൻ നോക്കി. അതിനിപ്പോൾ തന്നെ നിയത്തി എൻ്റെ കുട്ടികളെ മൂല്യരാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ മൂല്യരായതിന് ശേഷം കച്ചവടം ചെയ്തോട്ടെ, ആയിക്കോട്ടെ. എന്നാലും മൂല്യരാണ്, എന്നാലും അലിഫും ബാവും തിരിച്ചറിയണം, എന്നാലും ഹക്കും ബാത്തിലും തിരിച്ചറിയണം. എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ എന്ന് മനസ്സിലാക്കണം. എന്നെ ആലിമീങ്ങൾ ഒന്ന് എത്ര നമ്മളെ 11 കുട്ടികൾ ഫാത്തിഹി ബിരുദത്തിന് അർഹരായി ഇന്ന് അവർ പിരിഞ്ഞു പോവുകയാണ്. ഇനി അവർക്ക് തുടർ പഠനത്തിന് പോകാം, ജോലിക്ക് പോകാം. തുടർ പഠനത്തിന് എന്നാൽ ഞങ്ങൾ ദാറുൽ ഖുർആനാൽ കഴിയുന്ന സൗകര്യമൊക്കെ ദാറുൽ ഖുർആൻ ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. വിദേശത്ത് പോകണോ, നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്തു തരും. നമ്മൾ വളരെ ഒരു പുറത്തൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥയിലല്ല. എന്നാലും കുട്ടികൾ പുറത്ത് ടുണീഷ്യയിലോ മൊറോക്കോയിലോ പിന്നെ ഈജിപ്തിലോ മറ്റെവിടെയെങ്കിലും തുടർ പഠനത്തിന് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളാൽ കഴിയുന്ന സൗകര്യം ഇൻഷാ അല്ലാഹ് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇനിയും ചെയ്തു കൊടുക്കും ഇൻഷാ അല്ലാഹ്. തുടർ പഠനത്തിന് അവരാഗ്രഹിക്കണം. പഠനം നിർത്തരുത്, പിന്നെ പഠിക്കണം. പഠിച്ചാലും ഇങ്ങോട്ട് തുറന്നു കിട്ടും. പഠിച്ചാൽ അല്ലാഹ് പഠിച്ചാൽ من مات وهو يطلب العلم ليس بينه وبين الله وبين الأنبياء إلا درجة واحدة. من مات وهو يطلب العلم. من مات ഒരാൾ മരിച്ചു, ഒരാൾ ചെറുത് വലുതെന്നില്ല. وهو يطلب العلم. അവൻ എന്തിനടിയിലാണ് വിളിച്ച്? ഇൽമിനെ തേടുന്നടിയിൽ മരിച്ചു. ഇൽമിനെ തേടുന്നതിനിടയിൽ ഒരാൾ മരിച്ചാൽ ലൈസ ബൈനഹു വ ബൈനൽ അംബിയാഇ ഇല്ലാ ദറജത്തുൻ വാഹിദ. അവനും നബിമാർക്കും ഇടയിൽ ഒരു ദറജ മാത്രമേ അകലമുള്ളൂ. മനസ്സിലായില്ല? ചിന്തിക്കണം. മൻ ഒരാൾ മാത്ത. ഹബീബായ നബി പറയാം. ഈ ഹദീസ് യഹ്യാ ഉലുദ്ദീനിലുണ്ട്, ഇൽമിന്റെ ബാബിലുണ്ട്. മൻ ഒരാൾ മാത്ത മരിച്ചു, വഹുവ അയാൾ യത്ലുബുൽ ഇൽമ ഇൽമിനെ തേടുക. അങ്ങനെ മരിച്ചാൽ ലൈസ ബൈനഹു വ ബൈനൽ അംബിയാഇ അയാളുടെയും അമ്പിയാക്കളുടെയും ഇടയിൽ ഇല്ലാ ദറജത്തുൻ വാഹിദ. നബിയും ഇവനും തമ്മിൽ വ്യത്യാസം പറ ഒരു ദറജ. ഐ ദറജത്തുൻ നുബുവ. ഇവിടെ ഇമാം ഗസാലി തങ്ങൾ തന്നെ അതിന് വ്യാഖ്യാനം കൊണ്ട്, അതായത് ഐ ദറജത്തുൻ നുബുവ. ഈ മരിച്ച വ്യക്തിക്ക് എന്തില്ലാന്നേ ഉള്ളൂ? നുബുവത്തില്ലാന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്. യഹ്യയിലുണ്ട്, എടുത്തു നോക്കി. മുത്തനബി പറഞ്ഞ ഹദീസ് നിങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ? ഡോക്ടറും കലക്ടറും ഒന്നും ആകണ്ട, മൂല്യരായിക്കോളൂ മനുഷ്യന്. പിന്നെ ഒക്കെ ഉണ്ടാവും.
അപ്പോൾ പിന്നെ ഡോക്ടറാക്കാൻ ആരാ? അതിനും ആളുണ്ടാവും. ഇച്ചി വെച്ചാറാണ്ട, അതിന് ചോദിച്ചാറാണ്ട. ഡോക്ടറാകാൻ പിന്നെ ആളുണ്ടാവില്ലല്ലോ, അതിനൊന്നും ചോദിച്ചാറാണ്ട. കളക്ടറാൻ ആളുണ്ടാവില്ല, അതിന് ചോദിച്ചാറുണ്ട്. അതിനൊക്കെ ആളുണ്ടായിക്കോളും. ബാപ്പാൻ്റെ ഉത്തരവാദിത്വം കുട്ടീനെ ആരാക്കലാണ്? മൂല്യരായ ജയിക്കും. ദീനും ഉണ്ടാവും, ദുന്യാവുണ്ട്. അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും. അള്ളാഹിൻ്റെ പൊരുത്തമുണ്ട്. ഇനിയുള്ള കാലത്ത് കുറച്ചുകൂടി കൂലി കിട്ടും. എന്തുകൊണ്ട്? ഇനി ഒരു മൂല്യർക്ക് ജീവിക്കാൻ പ്രയാസമുള്ള കാലം ഇനി. കാരണം ജനങ്ങൾ ഹക്ക് അംഗീകരിക്കില്ല. അങ്ങനത്തേക്ക് കഴിഞ്ഞു, അടുത്തേക്ക് കയറി കഴിഞ്ഞു. അപ്പം ഹക്ക് പറയുമ്പോൾ ഭയങ്കര ചീത്ത കേൾക്കും, അട്ടേരൊക്കെ ചീത്ത അറിയും. പക്ഷെ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ അവൻ പിടികൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനിയുള്ള കാലം കുറച്ച് പ്രയാസം, അപ്പോൾ ഭയങ്കര മൂല്യ. ന്യാലിമാകാൻ ന്യാലിമീങ്ങൾ വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ന്യാലിമീങ്ങൾ വേണം. അതുകൊണ്ട് ദാറുൽ ഖുർആനിലെ 11 കുട്ടികൾ ഇന്ന് പിരിഞ്ഞു പോവുക. അവരെ ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ഞാൻ ബഹുമാനപ്പെട്ട ഇവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകനും വൈസ് പ്രിൻസിപ്പളുമായ വാക്കബ് ഉസ്താദും കൂടി സ്വകാര്യമായ ഒരു ഉപദേശവും ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ദീനെ വെക്കണ്ട, ദീനെ വെക്കണ കാലമാണ്. അള്ളാഹുവിൻ്റെ വജീനെ പണിയെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള എല്ലാ ഉദ്ദേശം ആ കുട്ടികളെ കൽബിലേക്ക് അള്ളാഹ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അള്ളാഹ് എന്നുള്ള ക്ലാസ് തുടങ്ങിയത്. കുട്ടികളെ തടിയിൽ ഇൽമേറിയ പോലെ അള്ളാഹ് നൽകണം. പിന്നെ അവർ ദീൻ വെക്കൂല. ഇൻഷാ അല്ലാഹ് ദാറുൽ ഖുർആനിലെ കുട്ടികൾ ദീൻ വെക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനത്തെ ചോറ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. ഇത് അങ്ങനത്തെ ഭൂമിയാണ് കാക്കോളങ്ങാൻ ഉസ്താദായിരിക്കണം. ₹1 ഹറാമായ പൈസ ഈ ഭൂമിയിലില്ല. അങ്ങനെ തന്നെയല്ലേ ഉസ്താദെ? അതാ വാക്കിഫ് ഉസ്താദ് ഒന്നാണിറ്റക്ക് ഉസ്താദ് ഒരു മിനിറ്റ് അതാൻ്റെ വാക്കിഫ്. ഒരു ഫിൽസ് ഒരു ഗൾഫുകാരൻ്റെ പൈസ കൊണ്ട് ഈ ഭൂമി വാങ്ങിയിട്ടില്ല. കാലങ്ങളായി ആ സച്ചരിതരായ കുടുംബം ഖുർആൻ ഓതാൻ വേണ്ടി വഖഫ് വെച്ച ഭൂമിയത്. ഇതിലൊരു ഗൾഫുകാരൻ്റെ പൈസ ഇല്ല, 1 ഇഞ്ചില്ല. പിന്നെ ഏതെങ്കിലും മൊലാളിൻ്റെ വീട്ടുപടിക്ക പോയിട്ട് ഞാൻ വളഞ്ഞു കുത്തി ഇന്ന് ഇവിടെ പൈസ വാങ്ങിയിട്ടില്ല. ഒരു മൊലാളിൻ്റെ അവിടെ റഹ്മത്തുള്ള ഇതിന് പൈസ വാങ്ങാൻ പോയിട്ടില്ല, പോകൂല. ഒരു മുതലാളിൻ്റെ അടി പോകില്ല. ഇവിടെ ആവശ്യമുള്ള വീട് എത്തിക്കലുണ്ട്, റബ്ബെത്തിക്കും. അതിനായതും മതി. കടല്ലേ, കടണ്ടാകണം, അപ്പോഴേ തല്ലില്ലാതൊക്കെ ഉള്ളൂ. ഇവിടെ കടണ്ട്, കടല്ലേ, കട ഉണ്ടാവും. എന്നാലും വീട്ടങ്ങയാത്ത കടല്ല. കടല്ലെങ്കിൽ കമ്മിറ്റിക്കാർ, പുതിയ കമ്മിറ്റിക്കാരും പഴയ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി തല്ലുറങ്ങും. എന്ത്? എനിക്ക് സെക്രട്ടറി ആകണം. ഇപ്പോൾ സെക്രട്ടറി ആകാൻ ഒരാളും ഇല്ല, ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറി ആക്കുന്നത്. ഞാൻ തന്നെ സെക്രട്ടറി, ഞാൻ തന്നെ പ്രസിഡന്റ്. ഒരു കമ്മിറ്റി, 2 കമ്മിറ്റി ഉണ്ട്. ഒരു കമ്മിറ്റിയിൽ ഞാൻ പ്രസിഡന്റാണ്, ഒരു കമ്മിറ്റി ഞാൻ സെക്രട്ടറിയാണ്. ഞാരൊക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും. ആർക്കും പിടിച്ചടക്കേണ്ടി വരില്ല. നമ്മൾ വന്നാൽ അപ്പം കൊടുക്കും. പക്ഷെ അത് തല്ലിലേറ്റാൽ കുറച്ച് പണിയുണ്ടോ? അതൊന്നും ബേജാറാകണ്ട. ഇത് അള്ളാഹിൻ്റെ വജീന. അപ്പം ഇത് വാക്കിഫ് അതൊക്കെ ₹1 ഇത് ഈ ഭൂമിയിൽ ദ്വാർന്ന ഉത്തരം കിട്ടാറുണ്ട്. ഇതാരെ മാത്രമല്ല, പിന്നെ ഇവിടുത്തെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ കുട്ടികളെ വാപ്പാരും ഒക്കെ. അൽഹംദുലില്ലാഹ്, പച്ച സാധുക്കളായ മക്കൾ, ഉടുതുണിക്ക് മറുതുണില്ലാത്ത മക്കൾ. ചിന്തിക്ക്, അങ്ങനത്തെ മക്കൾ. ചിലപ്പോൾ കുട്ടികൾ പരീക്ഷ തോറ്റാലും ഞാൻ ഉസ്താദ്മാരോട് പറഞ്ഞ് ജയിപ്പിച്ച് കയറ്റും. എൻ്റെ എനിക്കതിന് കാരണം അറിയും, അതിന് കാരണം ഉണ്ടാവും. എൻ്റെ രഹസ്യമായി എന്നോട് വന്നിട്ട് ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും, ഏട്ടനോ നാശായി, ഇത് നന്നായി തീരണം, അതിന് ഉസ്താദ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ അപ്പം ഏറ്റെടുക്കും. തോറ്റ കുട്ടീനെ ജയിപ്പിച്ച് ഏറ്റെടുക്കും. എന്തിന്? ആ ഉമ്മാൻ്റെ നിയ്യത്ത് മോശപ്പെട്ട സെറ്റിലാണ്. അതുകൊണ്ട് ഉസ്താദ് ഈ കുട്ടീനെ ഏറ്റെടുക്കി. അല്ല, ഇജ്ജ് പരീക്ഷ തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞേക്കാം. ഉസ്താദ്മാർ തോറ്റ ലിസ്റ്റിൽ എഴുതിയാലും ഞാൻ ജയിച്ച ലിസ്റ്റ് കയറ്റും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നറിയോ? ബാപ്പ മോശപ്പെട്ട സെറ്റിലാണ്. നീ ഉസ്താദ് ഒന്ന് നന്നാക്കി തരും. ഒരു 4 കൊല്ലം പഠിച്ചാലും അള്ളാഹ്ന്നൊരു ബോധം ഉണ്ടാവുമല്ലോ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹ് ഇവിടുത്തെ കുട്ടികളെ കൽബിൽ കയറാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ക്ലാസ്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ അള്ളാഹ് ക്ലാസ് മുടങ്ങുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞു പോയ കുട്ടികളുമുണ്ട്. ആഴ്ചയിൽ ഞങ്ങളുടെ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച അള്ളാഹ് എന്നുള്ള ക്ലാസ്സേക്കാൾ ഉസ്താദേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് യാത്ര പറഞ്ഞു പോയ കുട്ടികളും ഇവിടെ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീട്ടി പറയുന്നില്ല. അതുകൊണ്ട് ദാറുൽ ഖുർആനിലേക്ക് കുട്ടികളെ അയക്കുക. ഇവിടെ ചിലപ്പോൾ ഞാൻ സെലക്ഷൻ പരീക്ഷയിലൊക്കെ തോറ്റാലും ഈ കൊല്ലം മുതൽ ദർസ് തുടങ്ങണമെന്നൊരാഗ്രഹം ഉണ്ട്. നല്ലൊരു ഉസ്താദിനെയും കുട്ടികളെയും കിട്ടിയാൽ ഒരു ദർസ് തുടങ്ങണമെന്ന്. എന്ത്? ക്ലാസ് ബേസ്ഡൊന്നും അല്ലാതെ ദർസ്.
ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ ദർസ്, നാട്ടുകാരുട്ടികൾക്കും ദർസ് അതിനൊക്കെ ഏകദേശം ക്ലാസ് ബേസ്ഡ് അല്ലാതെ ഞാൻ ബന്ധുന്നവർക്കും വലിയവർക്കൊക്കെ പഠിക്കാം. അത്ര ദർസ് തുടങ്ങണമെന്നൊരാഗ്രഹവുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും എന്തുകൊണ്ട് നാഫിയ ഇൽമ ഇവിടെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാഫിയ ഇൽമ ഉണ്ടാകണം. അള്ളാഹു അതിനെ തൗഫീഖ് തരട്ടെ. നാഫിയ ഇല്ലെങ്കിലോ, നാഫിയ ഇൽമ മരിച്ചു പോയാൽ ഇൽമ ഇവിടുന്ന് പോയാൽ ഒന്നും തിരിയാത്തവരെ പിടിച്ച് മൂല്യരാക്കും. അവര് പേക്കുകയും പഴപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്തിനാ അധ്വാനിക്കേണ്ടത്? അടുത്ത തലമുറ നന്നാക്കണേ ഇവിടെ ആര് വേണം? ആര് വേണം? ആലിം വേണം. തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ദാറുൽ ഖുർആന്റെ മുറ്റത്തിരുന്ന് നിങ്ങൾ ദുആ ചെയ്യണം. അതിന് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പെണ്ണുങ്ങൾക്ക് തജ്വീദ് നടത്തുന്ന പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് കൂടി, പെണ്ണുങ്ങളെ കൊണ്ട് തജ്വീദ് ഖുർആനോത്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടി ഇനി എനിക്കതിന് ഉദ്ദേശമുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസത്തെ ക്ലാസ്, ശനി ഞായർ അല്ലെങ്കിൽ ഞായർ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ആ താല്പര്യമുള്ളവർ ദാറുൽ ഖുർആൻ്റെ നമ്പറിലോ പിന്നെ ഗ്രൂപ്പിലോ അവരെ കിട്ടുന്ന പേരോ നമ്പറോ അറിയിച്ചാൽ അവർക്ക് വേണ്ടി വേറൊരു ഗ്രൂപ്പ് തുടങ്ങി ഇവിടെ വന്നിട്ട് തജ്വീദ് പഠിക്കുക, എങ്ങനെ ഓതണം എന്ന് പഠിക്കുക. പെണ്ണുങ്ങൾക്ക് നേരിട്ട് വന്ന് പെണ്ണുങ്ങളെ നിർത്തിയിട്ട് പഠിപ്പിക്കുക. അങ്ങനത്തെ ഒരു സംവിധാനവും ഈ വർഷം മുതൽ ആരംഭിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ദാറുൽ ഖുർആൻ്റെ കൂടെ നിന്നവരാണ്, ഇനിയും നിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അനവധി 300 ചില്ലാനം ഖത്ം ഓതി തീർത്തിട്ടുണ്ട്. ഖത്മ് ഇതിനു വേണ്ടി നേരത്തെ ഓതി വെച്ചിട്ടുണ്ട്. പിന്നെ ദിവസം ഇവിടെ ഒരു ഖത്മ് കുട്ടികൾ ഓതി തീർക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഖത്മൊക്കെ ചേർന്നത്. അതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ആ ഖത്മിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. صراط الذين أنعمت عليهم غير المغضوب ولا الضالين آمين. ഇത് വായിക്കാണ്ടെങ്കിൽ പെട്ടെന്ന് വിടണം. എന്നായിക്കോട്ടെ, ആ ഖത്ത് വായിക്കാനുള്ള വേഗം വിടണം. നമ്മൾ ഓതിയ ഈ ഫാത്തിഹ ആ ഖത്മിലേക്ക് അല്ലാഹു തആല ചേർത്ത് തരട്ടെ. ആ ഖത്മുകളെല്ലാം നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സന്തോഷത്തിലേക്ക് അല്ലാഹു ചേർത്ത് കൊടുക്കട്ടെ. ദീനിനെ ഹയാത്താക്കിയ അമ്പിയാക്കളെ ഹദറത്തിലേക്കും പരിശുദ്ധ ഖുർആൻ ഭൂമിയിലെത്തിച്ച സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ മലായികത്തിന്റെ ഹദറത്തിലേക്കും പരിശുദ്ധ ദീനിന് വേണ്ടി അടരാടി കഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, ഉഹുദീങ്ങൾ അടക്കമുള്ള എല്ലാ സ്വഹാബുൻ നബിയിൽ മുസ്തഫ അവരെ ഹദറത്തിലേക്കും പിന്നെ എല്ലാ മുഫസ്സിരീങ്ങൾ, ഖുറാഅ്, മുഹദ്ദിഥീങ്ങൾ, മശായിഖന്മാർ അവരുടെ എല്ലാവരുടെയും ജനങ്ങൾ സ്വയം നന്നാകാനും മറ്റുള്ളവരെ നന്നാക്കാനും വേണ്ടി ആയുസ് മുഴുവനും ആ ഓരാത്രം അധ്വാനിച്ച മഹാന്മാരുടെ ഹദറത്തിലേക്ക് അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണമേ റബ്ബേ. എല്ലാവരും ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ.